ഉണ്ടോ ആ ഏരിയയിലൊക്കെ ആൾക്കാരൊക്കെ ആട്ടിനെയൊക്കെ മേയ്ക്കാൻ വരും. പിന്നെ ആ ഏരിയയിൽ അവിടെയൊക്കെ നിറയെ കാടാണ്. ഉള്ളിലോട്ടൊന്നും അങ്ങനെ ആരും പോവാറില്ല. ഉള്ളിലോട്ട് അങ്ങോട്ടും നിറയെ റബ്ബർ കാടാണ്. അവിടെയൊന്നും ആൾ താമസമൊന്നുമില്ല കേട്ടോ. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഒരു വാട്ട ഈറ്റിൻ്റെ ഡേ എന്നോ അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എന്നോ പറയാം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പൂട്ടായിരുന്നു. ഗോതമ്പൂട്ടിനോടെ കഴിക്കാൻ പഴം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പഴം എടുത്തില്ല. കഴിഞ്ഞ ദിവസം സൺഡേ ആയിരുന്നു കേട്ടോ. സൺഡേ ചിക്കൻ എടുത്തു. അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ബാക്കി വന്ന കറിയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിർത്തപ്പോൾ അവസ്ഥ ഇതാണ്. ഞാൻ പിന്നെ അത് കൊണ്ടുപോയി മെയിൻറ്റെയിൻ ചെയ്തു കേട്ടോ. കടുവൊക്കെ വറുത്തൊഴിച്ച് പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഗോതമ്പൂട്ട് പൊടിച്ചിട്ടിട്ട് ചിക്കനും കൂട്ടിയാണ് കഴിക്കുന്നത്. നല്ല കാലിൻ്റെ കഷ്ണമൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ പീസ്. ഇന്നത്തെ ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റാണ്. ബാ മണി ബാ സൂപ്പർ മറ. അബിക്കുട്ടന് പനിയാണ് കേട്ടോ. അബിക്കുട്ടൻ സ്കൂളിൽ പോയില്ല. അവന് ചിക്കൻ കൊടുക്കുന്നില്ല കേട്ടോ. പുട്ട് മാത്രമേ കൊടുക്കുന്നു. കഞ്ഞി കുറച്ച് കൊടുത്തു. കുറച്ച് കഞ്ഞി കുടിച്ചു. പുട്ട് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മീൻ കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ഞാൻ മീൻ മേടിക്കാനായിട്ട് പോയി. ക്ലാത്തി മീനാണ് കൊണ്ടുവന്നത് കേട്ടോ. കൊമ്പൻ ക്ലാത്തി എന്നാണ് പറയുന്നത്. വലിയ മീനാണ്. നമ്മുടെ കേരളത്തിലെ കരിമീൻ പോലെയൊക്കെ ഇരിക്കും. നിറയെ മാംസമൊക്കെ ഉള്ള മീനാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ അത് മേടിച്ചു. അത് കഷ്ണമാക്കി കവറിലാക്കി തന്നു കേട്ടോ. ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. ഇനി വീട്ടിൽ ചെന്ന് കറി വെക്കണം. അപ്പം നമ്മൾ തേങ്ങ വറുക്കാൻ പോവാണ് കേട്ടോ. സൈഷേനെ എന്ത് മീനായാലും തേങ്ങ വറുത്തരച്ച് വെക്കുന്നത് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി മീൻ കറി വയ്ക്കുമ്പോൾ തേങ്ങ വറുക്കേണ്ടിയിരിക്കുന്നു. അപ്പം നല്ല ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പാമോയിലാണ്. തീരാറായി. ഇനി അടുത്ത മാസം പാമോയിൽ മേടിക്കണം. പാമോയിലാണ് ഞാൻ ഇപ്പം കൂടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. റേഷൻ കടയിൽ നമുക്ക് 1 കിലോ പാമോയിൽ 25 രൂപയേ ഉള്ളൂ. നമ്മുടെ തമിഴ്നാട്ടിലെ റേഷൻ കടയിൽ. അതുകൊണ്ടാണ് നമ്മൾ പാമോയിൽ ഇപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. തീരുമ്പോൾ വെളിച്ചെണ്ണ മേടിക്കാറുണ്ട്. അപ്പം നമുക്ക് കുറച്ച് തേങ്ങ എടുത്തോളൂ. കാരണം സൈഷയുടെ വൈകുന്നേരത്തെ വരും കേട്ടോ. ദൂരെയാണ് ജോലി. അപ്പോൾ വൈകിട്ട് വരുന്നതുകൊണ്ട് കുറച്ച് കറി മതി. ഞാനും അബിക്കുട്ടന് മാത്രം. അബിക്കുട്ടന് മീൻ കറിയൊന്നും ഇഷ്ടമല്ല. അബിക്കുട്ടന് വേണ്ടിയിട്ട് ഇനി മുരിങ്ങയില പറിച്ച് കറി വയ്ക്കണം. അതുകൊണ്ട് എനിക്ക് സൈഷന് മതി. സൈഷന് ഒരു നേരത്തെ മതി. അതുകൊണ്ട് തന്നെ തേങ്ങ കുറച്ച് എടുക്കുന്നുള്ളൂ. കണ്ടില്ലേ, കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. അപ്പോൾ തേങ്ങയിൽ ഞാൻ ഇപ്പോൾ മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്ര ഇട്ടാണ് പൊടി വറുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അരച്ചെടുത്ത് കറി വയ്ക്കാം. നമുക്ക് കിട്ടിയ മീൻ ക്ലാത്തിയാണ്. ഇത് ഞാൻ ഈ തമിഴ്നാട്ടിൽ നിന്നിട്ടാണ് ഇങ്ങനൊരു മീൻ കാണുന്നത് തന്നെ. തോലിരിക്കുന്ന മീനാണ്. തോലൊക്കെ ഉരിച്ചു തന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി കഴുകി വൃത്തിയാക്കണം. എങ്ങനെ കഴിക്കാൻ അങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഈ ക്ലാത്തി ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. പക്ഷെ നമ്മൾ വെട്ടേണ്ട ആവശ്യമില്ല. ഇനി കഴുകി എടുത്താൽ മതി. തമിഴ്നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു മീൻ ആദ്യമായിട്ട് കാണുന്നുണ്ട്. സത്യം, നമ്മുടെ കേരളത്തിലൊന്നും ഞാൻ ഇങ്ങനെ ക്ലാത്തി അങ്ങനെ കണ്ടിട്ടില്ല. അത് നമ്മുടെ കേരളത്തിൽ കരിമീൻ പോലെ ഇരിക്കും. ഇത് ക്ലാത്തി കണ്ടാൽ നമ്മുടെ കേരളത്തിൽ കരിമീൻ കുഞ്ഞതാണെങ്കിൽ ഇത്തിരി വലുതാണെന്നേ ഉള്ളൂ. പല ടൈപ്പിലുണ്ട്. കറുത്തിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറിലുണ്ട്. അപ്പോൾ ഇത് കറുത്ത ക്ലാത്തിയാണ്. കറി വയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്ന അറിയത്തില്ല. ഞാൻ തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കാൻ നോക്കുവാണ്. അപ്പം വഴറ്റാനിലെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചതയ്ക്കണം. ഇതെല്ലാം വാട്ടിയിട്ട് നമ്മൾ മീൻകറിയുടെ അരപ്പ് ഒഴിച്ച് തിളപ്പിച്ച് മീനിട്ടാണ് ഞാൻ മീൻകറി വെച്ച് എടുക്കുന്നത്. കുറച്ച് മീനെടുത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊടിച്ചെടുത്ത് ഞാൻ വറുക്കാനായിട്ട് വരാൻ പോവാണ്. മീൻകറി നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് നല്ലവണ്ണം വേവിക്കാൻ തിളച്ച് വരട്ടെ. അങ്ങനെ നമുക്കുള്ള മീൻ കറി അടുപ്പിലാക്കി. ഇനി അബിക്കുട്ടനുള്ള കറിയാണ്. അതിന് തോരൻ പരിപ്പും നമ്മൾ മുരിങ്ങയിലയും കൂടെ വെച്ചിട്ട് അബിക്കുട്ടന് വേണ്ടി കറി ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് തോരൻ പരിപ്പ് ആദ്യം കുക്കറിലിട്ട് വേവിക്കണം. അതിനുശേഷം മുരിങ്ങയില വരയ്ക്കാൻ പോകണം. അപ്പോൾ ഞാൻ കുക്കർ എടുത്തിട്ട് നമുക്ക് ഇത് തോരൻ പരിപ്പ് കഴുകിയിടാം. മുരിങ്ങയില വരയ്ക്കാൻ ദൂരെയൊന്നും പോകണ്ട കേട്ടോ. അത് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ, അടുക്കളയുടെ ഈ ഭാഗത്ത് തന്നെ മുരിങ്ങയില നിൽപ്പുണ്ട്. ഉണ്ടോ? ഓ എന്നെ മോനെ. അപ്പം നമ്മുടെ മുറ്റത്ത് തന്നെ മുരിങ്ങയില ഉണ്ട്. ഞാനത് പറിച്ചിട്ട് കുറച്ച് പറിക്കുന്നുള്ളൂ. നമ്മൾ പരിപ്പിൻ്റെ കൂടെ ഇട്ട് കറി വയ്ക്കാനാണ്. അപ്പം നമ്മുടെ കറി തിളച്ച് നിന്നിട്ടുണ്ട്. തിളയ്ക്കുമ്പോഴാണ് ഞാൻ കറിവേപ്പില ചേർക്കുന്നത് കേട്ടോ. കറിവേപ്പില കഴുകി ചേർത്ത് കൊടുക്കാം. മീൻ വറുക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി കടുവറുത്ത് ഒഴിക്കണം കേട്ടോ. ഇച്ചിരി പറ്റാനുണ്ട്. ഇത് അബിക്കുട്ടനുള്ള സ്പെഷ്യൽ കറിയാണ് കേട്ടോ.
പേരിക്ക് നമ്മൾ കടുക് കൊടുക്കണം കേട്ടോ. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഇത് മറ്റേ നമ്മളെ മീൻ ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇത് അബിക്കും എനിക്കും മാത്രമാണ് കേട്ടോ. അപ്പോൾ കടുവറുത്ത് ഞാൻ അടച്ചങ്ങ് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പേരുടെ അവസ്ഥ ഇതാണ്. ഇത് അബിക്കുട്ടന് മാത്രം വെച്ച കറിയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് എടുക്കും. അബിക്കുട്ടന് ഇത് എരിവൊന്നും ചേർക്കാതെ പരിപ്പ് മുരിങ്ങയിലോട്ടിട്ട് ചെയ്ത കറിയാണ് കേട്ടോ. എല്ലാം കൂട്ടി 1 മണിയായപ്പോൾ ഞാനും അബിക്കുട്ടനും കൂടി ചോറ് കഴിച്ചു കേട്ടോ. അപ്പം നമ്മൾ ഉച്ചയോട് കഴിക്കുകയാണ്. ചോറ് കഴിച്ചു. ഇനി കുറച്ച് നേരം അവിടെ ആ റബ്ബർ കാട്ടിൽ നിറയെ റബ്ബർ വറവുണ്ട്. തറയിലൊക്കെ വേണം കൊച്ചു കൊച്ചു ചുള്ളികൾ. അതൊക്കെ കുറച്ച് പറക്കണം. ഡെയിലി ഒന്നും പറക്കത്തില്ല, വല്ലപ്പോഴും ഒക്കെ. അപ്പോൾ ഇപ്പം ഇച്ചിരി കുറച്ച് സമയമുണ്ട്. ഇനി ചായ ഇടണം. അപ്പോൾ മോൻ TV കാണുവാണ് അബി. അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് റബ്ബർ ചുള്ളിയൊക്കെ പറക്കാം. ഞങ്ങളുടെ വീടിൻ്റെ മുകളിലുള്ള റബ്ബർ കാടാണ് കേട്ടോ. ഇവിടെ പോയി റബ്ബർ വറക്കാൻ പോവാണ്. നിറയെ ചുള്ളികളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ. പിന്നെ ആ ഏരിയയിലൊക്കെ ഉണ്ട് ആട്ടിനെ മേയ്ക്കാനൊക്കെ പെണ്ണുങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ടോ? അതിലൂടെ ആൾക്കാരൊക്കെ പോകുന്നുണ്ടോ? അവിടെ നിറയെ ആൾക്കാരൊക്കെ ഉണ്ട്. പെണ്ണുങ്ങളൊക്കെ ഒന്ന് ആട്ടിനെ മേയ്ക്കാനൊക്കെ വരും. പിന്നെ പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും ആരും പോയില്ല കേട്ടോ. ഉള്ളിലോട്ട് നിറയെ കാടാണ്. ഉണ്ടോ ആ ഏരിയയിലൊക്കെ ആൾക്കാരൊക്കെ ആട്ടിനെയൊക്കെ മേയ്ക്കാൻ വരും. പിന്നെ ആ ഏരിയയിൽ അവിടെയൊക്കെ നിറയെ കാടാണ്. ഉള്ളിലോട്ടൊന്നും അങ്ങനെ ആരും പോവാറില്ല. ഉള്ളിലോട്ട് അങ്ങോട്ടും നിറയെ റബ്ബർ കാടാണ്. അവിടെയൊന്നും ആൾ താമസമൊന്നുമില്ല കേട്ടോ. അവിടെയൊക്കെ ചെന്ന് നിറയെ വിറവ് കിട്ടും. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. ഞങ്ങൾ ഈ വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് മാത്രം ഇങ്ങനെ കുറച്ച് പറക്കത്തേ ഉള്ളൂ. വിറവ് പറക്കി നല്ല ടയേർഡായി വന്ന് വീട്ടിൽ നിന്ന് ചായ ഇട്ടോട്ട്. ചായയിലോട്ട് നമുക്ക് സ്നാക്സ്, ചിപ്സ് ഉണ്ട്, മുന്തിരിത്തത്തുണ്ട്, അച്ചപ്പം ഉണ്ട്, അങ്ങനെ കുറച്ച് പലഹാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച ആഹാരം തന്നെയാണ് വൈകിട്ടും കഴിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.